അത്രയും ബുദ്ധിമുട്ടിയിരുന്നു. അതിനുശേഷം മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അത് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ OET പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തു. എനിക്ക് സ്കോർ ആദ്യം മുതലേ കിട്ടിയിരുന്നു, എങ്കിൽ പോലും അത് അയർലൻഡ് സ്കോറായിരുന്നു. പക്ഷേ അത് എൻ്റെ ഗ്യാപ്പും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്ത് കോംപ്ലിക്കേഷൻ കാരണം എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു. ആ ഗ്യാപ്പ് കാരണം എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാധവനോട് UK കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. OET പിന്നെയും പഠിച്ചു, എക്സാമിന് പോയി. പക്ഷേ ആ സമയത്ത് എനിക്ക് കഠിനമായ പനിയും ചുമയും പിടിച്ചു. ഒരു സെക്കൻഡ് നിർത്താത്ത ചുമയായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. തേൻ എക്സാമിന് കയറുന്നതിന് മുമ്പ് വായിൽ കുറച്ച് എടുത്തിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അത്ഭുതം അവിടെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞ് എക്സാമിൻ്റെ എഴുതുന്ന സമയം വരെ ഞാൻ ചുമച്ചുകൊണ്ടേയിരുന്നു. എങ്കിൽ സ്പീക്കിങ് തുടങ്ങി 1 മിനിറ്റ് പോലും ചുമയ്ക്കാട്ടെ, തൊണ്ടയ്ക്കൊരു ഇടർച്ച വരെയാട്ടെ ഒന്നും സംഭവിച്ചില്ല. നല്ലൊരു സ്കോർ കിട്ടാനും ഇടയായി. മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി പ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ നിഷ്ഠകളും ഒരു പരിധി വരെയൊക്കെ ഞാൻ ചെയ്തു പോന്നിരുന്നു. പ്രാർത്ഥനയിലായാലും സഹായങ്ങളിലായാലും ദാനധർമ്മങ്ങളിലായാലും പ്രാർത്ഥിച്ച് പത്രം വിതരണം ചെയ്യുന്നതിലായാലും ഒക്കെ എനിക്ക് നിഷ്ഠ പുലർത്താൻ കഴിഞ്ഞു. ഇത്രത്തോളം മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും യേശുവിനോടും നന്ദി പറയുന്നു.